രക്ഷിക്കപ്പെടുന്ന ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും ഉള്ളിൽ ക്രിസ്തു എന്നത് മഹത്വമുള്ളൊരു പ്രത്യാശയാണ്. ഏദൻ ദൈവിക കൂട്ടായ്മയുടെയും തേജസ്സിന്റെയും തീരാനഷ്ടമായി തുടരുന്നു. ഉൽപ്പത്തിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം മനുഷ്യനെ ഇങ്ങനെ ഇറക്കിക്കളഞ്ഞു. എങ്ങനെയെന്ന് ചിന്തിച്ചാൽ തേജസ്സില്ലാത്തവനായി, ശാപഗ്രസ്തനായി, മുള്ളും പറക്കാരെയും വേദനയുമുള്ള അവസ്ഥയിലേക്ക്. ആ വീഴ്ച കേവലമായിരുന്നില്ല, അതിൻ്റെ ആഴവും വ്യാപ്തിയും എത്രയെന്നറിയണമെങ്കിൽ ഏദനിലെ ആ ജീവിതം എത്ര മഹാത്മ്യമായിരുന്നു എന്ന് തിരിച്ചറിയാനാകണം. നഗ്നത അറിയാതെ അവരെ മൂടിയിരുന്ന ദിവ്യ തേജസ്സിന്റെ ഘനവും തങ്ങളെ പൊടിയിൽ നിന്നും ജീവനുള്ള ദേഹിയാക്കി മാറ്റിയ ദൈവിക കൂട്ടായ്മയുടെ മനോഹരിതയും ഗ്രഹിക്കാനുമാകണം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ അവൻ തന്റെ പുത്രനെ താഴ്ച വന്നവനായി അയച്ചു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു. അതേ, ദൈവം രക്ഷിക്കപ്പെടുന്നവർക്ക് നല്ലതൊന്നും മുൻകരുതിയിരിക്കുന്നു. രക്ഷയുടെ മഹാത്മ്യം എത്ര വലിയത്! ദൈവത്തിന് മഹത്വം.